നമസ്കാരം മാഷേ. ഹാപ്പി മെറി ക്രിസ്മസ്. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ദിവസം ക്രിസ്മസ് ഈവ് ആണ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ലോകമെമ്പാടും ആഘോഷിക്കുന്നതുമായ ഒന്നാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. യുദ്ധങ്ങൾ പോലും ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടി മാറ്റിവെക്കാറുണ്ട്. അങ്ങനെ അവിടെ യുദ്ധത്തിനിടയിലും പ്രകാശത്തിൻ്റെ കിരണങ്ങൾ പതിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരാഘോഷമാണത്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഐക്യരാഷ്ട്രസഭയെ നോക്കിയാൽ തന്നെ 10 സംഘടനകളുണ്ട് അവർ തീവ്രവാദ സംഘടനകളായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അതിലൊന്നുപോലും ഒരു ക്രിസ്ത്യൻ സംഘടനയല്ല. ലോകത്തിലെ ഏറ്റവും വലിയ മതം അത് തന്നെയാണ്. ഏറ്റവും വലിയ മതം ഇപ്പോഴും ഈ നിമിഷവും അതാണ്. ഇപ്പോൾ ഈ നിമിഷവും മാറാമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സമാധാനത്തിൻ്റെ മതം, സമാധാനപരമായിട്ട് ജീവിക്കും. കേരളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരം തന്നെ ആവാഹിച്ചെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന രീതിയാണ്. പള്ളികളിൽ നോക്കൂ, കൊടിമരങ്ങൾ കാണാം. നിങ്ങൾ ക്രിസ്തീയ ദേവാലയങ്ങളിലെ നോക്കൂ, എഴുത്തിനിരിപ്പ്, സരസ്വതി ദേവിയെ ആരാധിക്കുന്ന എഴുത്തിനിരിപ്പ് അത് തന്നെ നടത്തുകയാണ്. നമ്മുടെ സംസ്കാരങ്ങളെ ആവോളം ഉൾക്കൊള്ളുകയാണ്. നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് വിഭിന്നമായ ഒന്നിലോട്ട് എല്ലാം തലതിരിച്ചു പോകുന്ന ഒരു രീതി അവർക്കില്ല. സംസാരത്തിൽ, ഭാഷയിലെല്ലാം മലയാളം നന്നായിട്ട് ഉള്ള മലയാളം പറയുന്നത്. ആരാണ് മലയാളത്തിനൊരു നിഘണ്ടു കണ്ടെത്തിയത്? ഒരു ക്രിസ്ത്യൻ മിഷണറിയാണ്, ഹെർമൻ ഗുണ്ടർട്ട്. അങ്ങനെ ഓർത്തൂസ് മലബാറിക്ക് എന്തെല്ലാം സംഭാവനകളാണ്. ബെഞ്ചമിൻ ബെയ്ലി കോട്ടയത്തെ ഫ്ലീറ്റ് സ്ട്രീറ്റ് ആക്കി മാറ്റുന്നതിൽ ആദ്യം തുടങ്ങി വെച്ചത് ബെഞ്ചമിൻ ബെയ്ലി. അങ്ങനെ ഒരുപാട് നന്മകൾ. അതുപോലെ മദർ തെരേസ, എന്തെല്ലാം സേവനങ്ങൾ. ഇതെല്ലാം അവരുടെ ഒരു സംസ്കാരം, ഇന്ത്യക്ക് കിട്ടിയ നിവേദ്യങ്ങളാണെന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു മതം തീർച്ചയായിട്ടും സ്നേഹാദരങ്ങളാർക്കും. പക്ഷേ എന്നാലും കുൽസിതങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ഒരു സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല, പക്ഷേ തെറ്റായ വിശ്വാസത്തിൻ്റെയും തെറ്റായ അറിവിൻ്റെയും അടിസ്ഥാനത്തിൽ മതത്തിലേക്ക് നിർബന്ധപൂർവം പരിവർത്തനം നടത്താൻ വേണ്ടി ചിലത് ചെയ്യുന്നുണ്ട്. ക്രിസ്ത്യാനികളെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ കാരൽ, ഈ ക്രിസ്മസ് എന്ന് പറയുന്ന കാരൽ നടത്തുന്ന ദിനങ്ങളാണ്. ക്രിസ്മസിന് ഏറ്റവും മനോഹരമായ രാത്രിയിൽ മഞ്ഞും വകവെക്കാതെ ആളുകൾ വന്നിട്ട്, ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഈ കാരൽ വരുമായിരുന്നു. ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിനകത്തോട്ട് കയറിയിരിക്കും. അതിൻ്റെ കൂടെ വരുന്ന ആൾക്കാർ പണം ചെറിയൊരു തുക അവർ വാങ്ങിക്കും, കൈപ്പറ്റും. സ്നേഹത്തിൻ്റെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു വിതരണമാണ്. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ ഒരു ഹൃദയ ഐക്യമാണ് അവരുമായിട്ടുള്ളത്. മതം ഏതെന്നുള്ള ചിന്തയല്ല, ഒരു ഹൃദയ ഐക്യം ഉണ്ടാവുകയാണ്. ഞങ്ങൾ റാസ പോകുമ്പോൾ ഞങ്ങൾ വിളക്ക് കത്തിച്ച് വയ്ക്കും. നിലവിളക്കാണ് ഞങ്ങൾ, മെഴുകുതിരിയല്ല കത്തിക്കുന്നത്, നിലവിളക്ക് ആഘോഷയാത്രയായിട്ട് പോകും. അത്ര ഐക്യമാണ്. ക്രിസ്മസ് ദിനങ്ങളിലാണെന്നോ അതോ ഈസ്റ്ററിനാണോ അപ്പവും ഇറച്ചിയും കൊണ്ടൊന്ന് വിതരണം ചെയ്യും ഞങ്ങൾക്ക്. ആ ഒരു ഐക്യവും സൗഹാർദ്ദവും തകർക്കാൻ വേണ്ടി ചിലത്, അതിനെ വർഗീയമാക്കാൻ വേണ്ടിയിട്ട് ചിലർ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നടത്തുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പാലക്കാട്ട് നടന്നവർ പറയുന്നത് ഞാൻ അറിയുന്നത്, ഞാൻ കണ്ടിട്ടില്ല, അവിടെ മദ്യപിച്ച് കൊണ്ട് കാരൽ സംഘം സാധാരണഗതിയിൽ പള്ളിയുടെ ആഭിമുഖ്യത്തിലാണ് നടത്തേണ്ടത്. അല്ലാതെ കുറേ ചെറുപ്പക്കാരങ്ങോട്ട് കൂടിയിട്ട് കള്ളു കുടിക്കാൻ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കാരൽ യാത്രയായിട്ട് പോകും. അത് വലിയ അപകടം പിടിച്ച സംഭവമാണ്. വീടിൻ്റെ സ്വകാര്യതകളിലേക്കാണ് പോകുന്നത്. പാതിരാത്രിയും കഴിഞ്ഞാണ് പോകുന്നത്. അങ്ങനെ പള്ളിയുടെ അനുവാദമില്ലാതെ ഇങ്ങനെ തള്ളിക്കൊണ്ട് വന്നാലേ അത് അംഗീകരിക്കാനൊന്നും പറ്റുന്നതല്ല. അവിടെ അക്രമം ഉണ്ടാവും. ചിലപ്പോൾ അപകടം ഉണ്ടാകാതിരിക്കാനുള്ള സ്വയം രക്ഷാ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ ഏർപ്പെടും. അതിനെ വലിയൊരു ഇഷ്യൂ ആക്കി കണ്ട് അതിനെ വർഗീയമാക്കി കാണുന്നത് എന്ന് പറഞ്ഞാൽ നീചത്തരമാണ്. ക്രിസ്ത്യാനികളായിട്ട് ക്രിസ്ത്യൻ മനസ്സുള്ള ആരും അങ്ങനെ വൃത്തികേട് കാണിക്കില്ല. പിന്നെ ഇവിടെ ഒരു മന്ത്രി പറയുന്ന ഒരു കാര്യം കൂടെ, അതും കൂടെ ചേർത്ത് പറയാൻ വേണ്ടിയിട്ടാണ്. സ്കൂളുകളിലെ കരോളിനെതിരെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ നടപടി. എന്തിനാ ഈ മന്ത്രി ഇത് പറയാൻ പോകുന്നത്? ഒരു സ്കൂളിലും കരോൾ നടത്തുന്നതിന് ഒരേ ആക്രമണവും ഉണ്ടാവാറില്ല. ഉണ്ടാകുന്നതിന് മുമ്പേ അങ്ങനെ പറയുന്ന വലിയ കാര്യം. കൂടുതൽ ആവേശം, അടിയൻ ലജ്ജിപ്പോന്ന് പറയേണ്ടത് അതൊക്കെ ലജ്ജാവശം. ഇവർ തന്നെയാണ് അവരുടെ കോൺഗ്രസിന് ഘോഷയാത്രയിൽ ക്രിസ്തുവിൻ്റെ ഒരു നിശ്ചല ദൃശ്യം എടുത്ത് അദ്ദേഹത്തിനെ കുരിശിലേറ്റുന്നതിൻ്റെ ആണിയും തറച്ചുകൊണ്ട് പോയത്. നാസ്തികരുടെ ഒരു പാർട്ടി അങ്ങനെ ഒരു എണ്ണം നടത്തുന്നു. വിശ്വാസിയുടെ ഒന്നിനെ നിങ്ങളൊന്നും കൂടുതൽ പറയണ്ട. പോളണ്ട് നിങ്ങളുടെ അന്ന് ശ്രീനിവാസൻ അദ്ദേഹത്തോട് ആദരാഞ്ജലിയോട് കൂടി പറഞ്ഞെങ്ങനെയാണ് പോളണ്ടിനെ കുറിച്ച് ഒന്നും പറയരുത് എന്നാണല്ലോ. കമ്മ്യൂണിസ്റ്റ് കോട്ടയായിരുന്നല്ലോ അത്. ഇപ്പോൾ ഒരു തരിക്കായിട്ട് പോലും ഒരു കനലൊരു തരിയെങ്കിലും ഉള്ളത് കമ്മ്യൂണിസം ഉണ്ടോ? അവിടെ നിന്ന് കാത്തോലിക്ക സഭയുടെ ആസ്ഥാന മണ്ഡപമാണ്. കാത്തോലിക്ക സഭയല്ലോ ഒന്നുമില്ല. അതുകൊണ്ട് ക്രിസ്ത്യാനികളോട് ഇത്രയും ദ്രോഹം ചെയ്ത ഒരു പാർട്ടി CPM-നെ പോലെ മറ്റൊന്നുമില്ല ലോകമെമ്പാടും. ഓർത്തഡോക്സ് സഭയെ തകർത്തില്ലേ റഷ്യയിലെ കമ്മ്യൂണിസം വന്നിട്ട്? ഇന്നിപ്പോൾ ഓർത്തഡോക്സ് സഭ ഉയർത്തെഴുന്നേറ്റ് അവിടെ വന്നില്ലേ? അതുകൊണ്ട് കൂടുതൽ വർത്തമാനമൊന്നും പറയണ്ട. അതിന് നിങ്ങളുടെ ക്രിസ്ത്യൻ സ്നേഹമൊക്കെ നമുക്കറിയാവുന്നതാണ്. പള്ളികൾ തകർത്ത ആരാ? പള്ളികൾ ബംഗ്ലാദേശിൽ തകർത്തുകൊണ്ടിരിക്കുന്ന ആരാ? ചൈനയിൽ തകർത്ത ആരാ? സംസ്കാരത്തിൻ്റെ വിഗ്രഹങ്ങൾ തകർത്ത ആരാ? കൂടുതലൊന്നും പറയണ്ട. നിങ്ങൾക്ക് ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെ ഏറ്റവും വലിയ ആക്രമണങ്ങൾ സ്പെയിൻ നടന്ന
ഇത് എന്ന് പറയുന്നത് അതിനെതിരെ ക്രിസ്ത്യാനികൾക്ക് ക്രൂസൈഡ് നടത്തേണ്ടി വന്നു, കുരിശുയുദ്ധം നടത്തേണ്ടി വന്നു. അതാരാ? അതൊന്നും RSSകാരോ ഹിന്ദുക്കളോ ഒന്നുമല്ല. ഏറ്റവും വലിയ ശത്രുക്കളാരാ? ഇപ്പോഴും നൈജീരിയയിൽ പള്ളികൾ തകർത്തുകൊണ്ടും അവിടുന്ന് ആളുകളെ പിടിച്ചുകൊണ്ട് പോകുന്നതും പ്രാർത്ഥനയ്ക്കിടയിലിരിക്കുന്ന ആൾക്കാരെ വെടിവെച്ച് കൊല്ലുന്നു ആരാ? പാകിസ്ഥാനിൽ അത് ചെയ്യുന്ന ആരാ? പാകിസ്ഥാനിൽ മതനിന്ദ എന്ന് ആരോപിച്ച് ക്രിസ്ത്യൻ സ്ത്രീയെ കൊന്നതാരാ? അതുകൊണ്ട് അതൊന്നും അവിടുന്ന് RSS ഉള്ള രാജ്യങ്ങളല്ലല്ലോ. അതുകൊണ്ട് അത് പറഞ്ഞുകൊണ്ടൊന്നും വരണ്ട. ഇവിടെ എന്തെങ്കിലും ഒരു ക്രമസമാധാന പ്രശ്നത്തെ വർഗീയമാക്കി അതിൻ്റെ മറവിൽ വോട്ട് നേടാം, വോട്ട് ബാങ്ക് ഉണ്ടാക്കാമെന്നും വിചാരിക്കേണ്ട. ഇവിടെ ഈ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടിയുടെ പ്രസ്താവന കേട്ടപ്പോൾ എനിക്ക് പണ്ട് MA ബേബിയുടെ കൈവെട്ട് കേസിലെ അനവസരത്തിലുള്ള പ്രസ്താവന നടത്തി അതൊരു വലിയ പ്രശ്നമാക്കിയൊരു കേരളത്തിൽ അത്തരം ഒരു ദാരുണ സംഭവം ഉണ്ടാക്കിയതുപോലെ ഒരു ലഘുവായ ഒരു വിഷയത്തെ വലുതാക്കി പറയുന്നു എന്നാണ് എനിക്ക് തോന്നിയത് മുതലെടുപ്പിന് വേണ്ടി. പക്ഷേ ഇത് ലഘുവായ വിഷയം എന്ന് പറയുമ്പോൾ കാരൽ സംഘം എന്ന് പറയുന്നവരെ ആക്രമിക്കുന്നത് ലഘുവായി ഞാൻ കാണുന്നില്ല. കാരണം അവരെ ആക്രമിക്കേണ്ട കാര്യമില്ല, നിയമത്തിന്റെ കള്ളു കുടിച്ചു വരുന്നവരെ അതെ നിയമത്തിന്റെ വഴിക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. കള്ളു കുടിയനും റൈറ്റ് ഉണ്ട്, കള്ളു കുടിക്കാത്തവനും അതേ റൈറ്റ് തന്നെയാണുള്ളത്. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ക്രമസമാധാന പ്രശ്നം എന്നതിനപ്പുറം അത് സ്കൂളുകളിലേക്ക് വലിച്ചടിച്ചു കൊണ്ടുവരികയൊക്കെ ദുരുദ്ദേശപരമായ രാഷ്ട്രീയ ലാക്കോട് കൂടിയാണ്. അത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ സ്ഥിരം പ്രശ്നമാണ്. എന്നാൽ ഇവിടെ ഇത്തരം ഒരു കാര്യം പറയുമ്പോൾ വടക്കേ ഇന്ത്യയിൽ ഇത് സമാനമായ അക്രമങ്ങൾ നടക്കുന്നു എന്നുള്ളത് ഇതിന് മേമ്പടിയായിട്ട് ചേർത്ത് പറയാറുണ്ട്. അത് പറയുമ്പോൾ സത്യസന്ധമായിട്ട് ക്രിസ്ത്യൻ സമൂഹം ഒന്ന് തിരിഞ്ഞു, ഇന്ന് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നവരെല്ലാം ആരായിരുന്നു എന്ന് നോക്കുമ്പോഴാണ് ഇവരെല്ലാം മതപരിവർത്തനത്തിലൂടെ ക്രിസ്ത്യാനികളായവരാണ്. ലോകത്തെ എല്ലായിടത്തും ക്രിസ്തു തന്നെ ഒരു ജൂതനായിരുന്നു, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും ജൂതനായിരുന്നു. ആ ജൂതന്മാരിൽ നിന്ന് മതപരിവർത്തനം തുടങ്ങി അവരെവിടെയൊക്കെ ചെന്നിട്ടുണ്ട് അവിടുത്തെ തദ്ദേശവാസികളെയൊക്കെ മതപരിവർത്തനം നടത്തിയിട്ടാണ് ക്രിസ്ത്യൻ സഭകൾ ഉണ്ടായത്. ഓരോ സഭകളിൽ നിന്ന് അടുത്ത സഭകളിലേക്ക് സംഭവിക്കുന്നത്. ഈ മതപരിവർത്തനത്തിന്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. പക്ഷെ സീറോ മലബാർ സഭയോ കാത്തലിക് സഭയോ ഒന്നും, റോമൻ കാത്തലിക് സഭയോ ഒന്നും തന്നെ മതപരിവർത്തനത്തിന് പോകാറില്ല. മര്യാദയ്ക്ക് ഈ സേവനം ചെയ്ത് അവിടെ ജീവിക്കുന്നത്. ചില അവാന്തര വിഭാഗങ്ങളുണ്ട്, പെന്തക്കോസ് വർഗം ഒക്കെ പറഞ്ഞു. അവരാണ് ഈ നോർത്ത് ഈസ്റ്റ് മുഴുവൻ ഇവാഞ്ചലിക്കൽ സൊസൈറ്റി അതിൻ്റെ ആഭിമുഖ്യത്തിലാണ് അവിടെ മുഴുവൻ നാശമാക്കിയത്. അതുപോലെ വടക്കേ ഇന്ത്യയിൽ ഈ പ്രചാരണം നടത്തുന്നത് കൂടുതലും ഈ രണ്ട് സഭയിലും പെടാത്ത വ്യാജ നിർമ്മിതികളാണെന്ന് പറയേണ്ടി വരും. ചരിത്രത്തിൽ ഇപ്പോൾ സീറോ മലബാർ സഭയോ അതുപോലുള്ള സഭകളൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് ചെയ്യാത്തത്. അവരുടെ ചരിത്രത്തിൽ അവരെല്ലാം മതപരിവർത്തനം ചെയ്തു വന്നവരാണ്. ഇപ്പോൾ എന്താ ക്രിസ്ത്യൻ സഭ തന്നെ പറയുന്നുണ്ടല്ലോ, സ്വാഭാവികമായ രീതിയിലുള്ള ക്രിസ്ത്യാനി എന്ന് പറയുന്നത് അത് ലോകത്ത് ഉണ്ടായിട്ടില്ല. അവരുടെ ചരിത്രത്തിൽ എവിടെയൊക്കെയാണോ ഇപ്പൊ ആഫ്രിക്കൻ ക്രിസ്ത്യാനികൾ എന്നത് ആഫ്രിക്കൻ ഗോത്രങ്ങളായിരുന്നു, അവർക്ക് അവരുടേതായ ദൈവവും വിശ്വാസവും ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ മലയാളികളിലേക്ക് വന്ന മലയാളികളുടെ ഇവരുടെ ഒരു 6 or 7 തലമുറ പിറകിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവരെല്ലാം കോരന്റെയും ശങ്കരന്റെയും കൃഷ്ണന്റെയും ഒക്കെ മക്കളായിരുന്നു. മക്കൾ എന്ന് പറയുന്നവർ പിന്നീട് ഇവിടുത്തെ സാമൂഹ്യ അന്തരീക്ഷം വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ മുതലെടുപ്പ് കൊണ്ടോ വിലപേശൽ കൊണ്ടോ എന്തോ ആയിക്കോട്ടെ, ഇപ്പൊ പലരും പറയുക പാൽപ്പൊടി എന്തോ ആയിക്കോട്ടെ, ഇങ്ങനെ ഒരു വിഭാഗമായിട്ട് മാറി. പക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ മതമായ ക്രിസ്ത്യൻ സഭ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായം ഇന്നും മതപരിവർത്തനത്തിന്റെ പിറകെ പോകുന്നുണ്ട്. അതിന്റെ കാരണം ബൈബിൾ പ്രകാരമോ വിശ്വാസ പ്രകാരമോ ഉള്ള കാര്യമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബൈബിളിൽ നിങ്ങൾ എല്ലാവരോടും സുവിശേഷം പറയൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിന്റെ അടിസ്ഥാനം പണമാണ്. ഈ ഇപ്പൊ സാറ് പറഞ്ഞ സഭകളൊന്നും പോകുന്നില്ലെങ്കിൽ പോകുന്ന സഭകൾ പുതിയ സഭകൾ ഉണ്ടാക്കി നേതാക്കൾ, യോഹന്നാൻ പോലും സഭയുണ്ടാക്കി അറിയല്ലോ. യോഹന്നാന്റെ ചരിത്രം എന്തായിരുന്നു? ഒരു താറാകർഷകനായിരുന്നു. അതിനുശേഷം ബിലീവേഴ്സിലേക്ക് അദ്ദേഹം വന്ന് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ആസ്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കാലത്തിന് ശേഷം കോടികളാണ് ആസ്തി, അതും നമ്മൾക്ക് എണ്ണയിൽ ഒടുങ്ങാത്ത കോടികൾ ആസ്തിയുണ്ട്. ഈ അവസ്ഥയിലേക്ക് വരാൻ വേണ്ടി പാവപ്പെട്ട ഹിന്ദുക്കളെ മതപരിവർത്തനം നടത്തുന്നുണ്ട്. മുസ്ലിമിന്റെ അടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ കഴുത്തിന്റെ മുകളിൽ തലയുണ്ടാകില്ല, ഉടലിൽ ജീവൻ ഉണ്ടാകില്ല എന്നുള്ളതുകൊണ്ട് ഇതെല്ലാം സഹിഷ്ണുതയുള്ള ഹിന്ദുക്കളുടെ ഇടയിലേക്കാണ് വരുന്നത്. അത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കേരളത്തിൽ അതിന്റെ ഒരു പീക്ക് ലെവൽ കഴിഞ്ഞു. ഇവിടെ RSS, SNDP, ശ്രീനാരായണ ഗുരുദേവനൊക്കെ ഇതിനെ അതിശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. നമ്മുടെ ചട്ടമ്പിസ്വാമികൾ എതിർത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കുറെ ആൾക്കാർ വിവേകാനന്ദനും എതിർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ അധികം അതിന്റെ പിന്നെ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് ഇവിടുത്തെ വേരോട്ടമില്ല. എന്നാൽ ആഗോള ക്രിസ്ത്യാനിറ്റിയുടെ അംബാസഡർമാരായിട്ട് ലോകത്ത് എല്ലായിടത്തും പ്രവർത്തിക്കുന്നതെന്ന് മലയാളികളാണ്. മലയാളികളായ വൈദികന്മാരും കന്യാസ്ത്രീകളും ഇല്ലാത്ത ഒരു ഭൂഖണ്ഡവുമില്ല എന്നുള്ളതാണ് വടക്കേ ഇന്ത്യയിലും. ഇപ്പൊ ഈ വിവാദങ്ങൾ പറയുന്ന വടക്കേ ഇന്ത്യയിൽ ഇത് തന്നെയാണ് നടക്കുന്നത്. വടക്കേ ഇന്ത്യയിൽ ഇവർക്ക് ശക്തി കുറവാണ്. അതുകൊണ്ട് പല വിഭാഗങ്ങളായിട്ട് മാറി ഇവർ അവിടെയുള്ള ആൾക്കാർ ഇപ്പൊ മണിപ്പൂർ പോലുള്ള സംസ്ഥാനങ്ങളിൽ എങ്ങനെ മണിപ്പൂരിൽ ക്രിസ്ത്യാനി വന്നു?
മണിപ്പൂരിൽ ക്രിസ്ത്യാനി വരണമെങ്കിൽ ക്രിസ്ത്യാനിയിലേക്ക് മണിപ്പൂരിലെ ബുദ്ധിയും എന്താ സാമൂഹ്യ ബോധവും ഇല്ലാത്ത ആൾക്കാരെ പരിവർത്തനം ചെയ്യാൻ ഒരു സംഘം അവിടെ ചെല്ലണം. അങ്ങനെയാണ് വന്നത്. ആ 7 സംസ്ഥാനങ്ങളും അവർക്ക് ബഹുഭൂരിപക്ഷമായത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് ചരിത്രം അവർക്കും അറിയാം. ക്രിസ്ത്യാനികളോ അതിനോട് എതിർക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അങ്ങനെ വന്ന് മതപരിവർത്തനം ഇപ്പോഴും അജണ്ടയായി വെക്കുന്ന സ്ഥലങ്ങളിൽ അതിനെതിരെ ശക്തമായ എതിർപ്പ് വരുന്നുണ്ട്. കേരളത്തിൽ പലയിടത്തും വീടുകളിൽ ചെന്നിട്ട് അവരെ അടിച്ച ചരിത്രമുണ്ട്. തമിഴ്നാട്ടിൽ അടിക്കുന്നതിന്റെ വീഡിയോ ഇപ്പോഴും നെറ്റിൽ കിടപ്പുണ്ട്. ഈ നിങ്ങളുടെ സാധനവും കൊണ്ട് എൻ്റെ അടുത്ത് വരണ്ട എന്ന് ഒരാൾ പറയുമ്പോൾ വീണ്ടും വീണ്ടും അതല്ല ഇതാണ് ബെസ്റ്റ്, ഇത് നിങ്ങൾ കഴിക്കണം, ഇത് ഉപയോഗിക്കണമെന്ന് പറയുന്നിടത്ത് സംഘർഷ സാധ്യതയുണ്ട്. എന്താ ഹിന്ദുക്കളെ ആരെങ്കിലും മതപരിവർത്തനം ചെയ്യാൻ ഒരു വീടുകളിലും കയറി പോകുന്നില്ല? അപ്പൊ ഹിന്ദുക്കൾക്ക് അത് ചെയ്യാതിരിക്കാനുള്ള മര്യാദ ഉണ്ടെങ്കിൽ ഇതേ മര്യാദ ബന്ധക്കോസ്തുകാരാകട്ടെ അല്ലെങ്കിൽ യഹോവ സാക്ഷികളാകട്ടെ ആരുമാകട്ടെ അവർ ഈ മര്യാദ കാണിച്ചാൽ ഈ പ്രശ്നമില്ല. പക്ഷെ അവിടെ അങ്ങനെ സംഭവം ഉണ്ടായാൽ സംഭവത്തിന് കാരണമുണ്ടെന്ന് മനസ്സിലായല്ലോ. സംഭവം ഉണ്ടാകുമ്പോൾ ഇതിനൊക്കെ ഏറ്റവും വലിയ പ്രസ്താവന നടത്തുന്നത് കേരളത്തിലാണ്. ജോൺ ബ്രിട്ടാസിനെ പോലുള്ള ആൾക്കാർ യുടെ പ്രസ്ഥാനം വേറെ, ഇതിനെല്ലാം പിന്നിൽ രാഷ്ട്രീയമാണുള്ളത്. ഇപ്പൊ BJPയും അതെ ക്രിസ്ത്യൻ സംഘടനകളും BJPയുമായിട്ട് ഒരു ധാരണയിൽ മുന്നോട്ട് പോകും എന്നൊരു തോന്നൽ വന്നപ്പോൾ കോൺഗ്രസിന്റെയും അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റിന്റെ ആവശ്യമാണ് ഇവിടെ ഒരു വലിയ വിടവുണ്ടാക്കുന്നത്. ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചു നോക്കുക, ക്രിസ്ത്യൻ സമൂഹം പരമ്പരാഗതമായിട്ട് കോൺഗ്രസ് വൽക്കരിച്ച ഒരു സമുദായമാണ്. ആ സമുദായത്തിൽ നിന്ന് പോയിരിക്കുന്ന പുരോഹിത വർഗ്ഗങ്ങൾ എല്ലാവരും അതേ പാത പിന്തുടരുന്നവരാണ്. ആ സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന പത്രങ്ങളുടെയും അന്തർധാര കോൺഗ്രസ് സംസ്കാരമാണ്. കോൺഗ്രസ് സംസ്കാരം എന്തുകൊണ്ട് അവർ പിന്തുടരുന്നു എന്ന് വെച്ചാൽ ഇറ്റലിക്കാരിയായ സോണിയാഗാന്ധി ഇരിക്കുന്നതല്ല കാരണം. എന്നും കോൺഗ്രസിന്റെ സമീപനത്തിൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് പ്രത്യേകമായ സ്ഥാനമുണ്ടായിരുന്നു. ആ കുറച്ചു കാലമായിട്ടാണ് അത് മറ്റൊരു വിഭാഗത്തിലേക്ക് പോയത്. അവർ മുഖ്യധാരയിൽ കോൺഗ്രസിന്റെ മുഖ്യധാര എന്ന് പറയുന്നത് ഏക്കാനണി, ഉമ്മൻചാണ്ടി പോലുള്ള നേതാക്കന്മാരുടെ കാലം വരെ, ഏക്കാനയുടെ കാലം വരെ എന്ന് പറയാം, ഏക്കാനയുടെ ഒരു പ്രസ്താവന നമുക്കറിയാമല്ലോ, വരെ ഏകദേശം ക്രിസ്ത്യാനിറ്റിക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു. ആ സ്വാധീനം നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കി അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനി ഞങ്ങൾക്ക് സീറ്റില്ലാത്തടത്തുനിന്ന് ഞങ്ങളെ സീറ്റ് തരുമെന്ന് പറയുന്ന ഇന്നടത്തേക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ ഉണ്ടാകുന്ന വെപ്രാളങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രസ്താവനകളാണ്. പക്ഷെ ഒരു കാര്യം കൂടെ ഓർക്കണം, മതപരിവർത്തനം എന്ന് പറയുന്നത് ഒരു പ്രാകൃതമായ ഏർപ്പാടാണ്. മതപരിവർത്തനം നടത്തിയിട്ട് ഒരാളും നന്നായിട്ടില്ല. അവന്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ അത് മാറ്റുകയില്ല എന്നുള്ള സുപ്രീം കോടതി വിധികളിലൂടെ പോലും നമുക്കറിയാവുന്നതാണ്. പിന്നെയും ഒരു സമുദായ സംഘടനയുടെ എത്തണമെങ്കിൽ, അതിനൊരു സഭയുണ്ടാക്കണമെങ്കിൽ, അതിൽ ആളെ കൂട്ടണമെങ്കിൽ, അതിന് ദിവസക്കൂലിക്ക് നോട്ടീസുമായിട്ട് ഹിന്ദുക്കളുടെ അടുത്തേക്ക് ആളെ പറഞ്ഞു വിടാനായിട്ട് ശ്രമിച്ചാൽ അവിടെ സ്വാഭാവികമായിട്ട് എതിർപ്പുണ്ടാകും. ഹിന്ദുക്കൾക്ക് സംഘടനകൾ ഉണ്ടാകും. അതിനെ പർവ്വതീകരിച്ചിട്ട് കാര്യമില്ല. മതപരിവർത്തനത്തിന് ചെന്നില്ല എങ്കിൽ ഒരു പ്രശ്നമില്ല. കരോളിന്റെ കാര്യം എന്ന് പറയുന്നത് ഇതേപോലെ തന്നെയാണ്. ഇന്നലെ വരെ ഹിന്ദു സംസ്കൃതിയിൽ മുന്നോട്ട് പോയ കുറച്ച് ആൾക്കാർ ഇന്ന് നേരം വെളുത്തപ്പോൾ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരമായപ്പോൾ കരോളിന്റെ ക്രിസ്ത്യൻ്റെ കുറച്ച് ആൾക്കാരുടെ കൂടെ നടക്കുന്ന കണ്ടപ്പോൾ ഇതേ വിഭാഗത്തിൽപ്പെട്ട കുറച്ച് ആൾക്കാർ ഇവൻ എന്താ വഴിതെറ്റി പോകുന്ന പറഞ്ഞ് ചോദ്യം ചെയ്യും, തർക്കമുണ്ടാകും, ചിലപ്പോൾ അടിയുണ്ടാകും, അതിനെ തടസ്സപ്പെടുത്തും. എന്ത് പറഞ്ഞാലും സമയപരിമിതി കൊണ്ട്, അതായത് നമ്മുടെ മതപ്രവർത്തകരാകുക, മതപരിവർത്തകരാകാൻ. അതുപോലെ നിങ്ങൾ മതം വിൽക്കാൻ പോകുന്ന സെയിൽസ്മാൻമാരല്ല, അതോർക്കുക. മതത്തിന് വേണ്ടിയിട്ട് ത്യാഗം ചെയ്യുന്ന മഹാന്മാരായിട്ട് വളരുക. അപ്പോൾ ഈ സംഘർഷങ്ങളൊന്നും ഉണ്ടാവാതെ മധുരം പോലെ മറ്റുള്ളവരെ ആകർഷിക്കുന്നു. അതെ, വെറുതെ മതത്തിന്റെ പേരിൽ അവിടെ പ്രാർത്ഥിക്കുന്നതിന്റെ പേരിൽ ആക്രമണം നടത്തുന്ന നൈജീരിയക്കാരുടെ നാടല്ല ഇന്ത്യ എന്നൊരു ബോധ്യത്തോടു കൂടി സഹിഷ്ണുതയുള്ളവരുടെ നാട് തന്നെയാണ്. പക്ഷെ പ്രകോപിപ്പിക്കരുത്. അളമുട്ടിയാൽ ചേരയും എന്തു ചെയ്യുമോ അതുണ്ടാവുമ്പോൾ പിന്നെ നമ്മൾ ഏത് മതത്തിൽപ്പെട്ടവരായാലും അത് വിഷാദിച്ചിട്ട് കാര്യമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.